ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മിയയാണ് നിങ്ങൾ കാണുന്നത്. മിയ മലയാളി മമ്മിൻ കാർഡ് എന്ന യൂട്യൂബ് ചാനലാണ്. രാവിലെ തന്നെ കുറച്ച് ക്യാമമിൽ ടീ കുടിച്ച് കാമായിട്ട് ദിവസം തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ എണീറ്റ് വന്നതിൻ്റെ ഭയങ്കര ഇറിറ്റബിളായിട്ടാണ്. എന്താണ് കാര്യം എന്നൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇറിറ്റബിൾ ആയിട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ അഫക്റ്റ് ചെയ്യും. എന്നാൽ പിന്നെ കുറച്ച് ഒരു റുട്ടീൻ ടീ ഒക്കെ കുടിച്ച് സമാധാനിക്കാമെന്ന് വെച്ചു. ഞാൻ ഇതൊരു അവധി ദിവസമാണ് കേട്ടോ. അവധി ദിവസങ്ങളിൽ രാവിലെ നമുക്ക് നടക്കാൻ പോക്കും കാര്യങ്ങളൊന്നും തന്നെ പോകാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. പിള്ളാവിനെ ചെറുതിനെയും കൂട്ടിയിട്ടാണ് പോവുക. ഇന്നത്തെ ഈ പർട്ടിക്കുലർ ഡേയിൽ എൻ്റെ മൂത്ത ആളൊരു ക്യാമ്പിന് പോയേക്കാം. ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ഇറിറ്റബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറില്ലല്ലോ, കൊച്ചു പിള്ളേരല്ലേ. അവനൊരു ഫീൽഡ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ എയർ കാഡറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സർവൈവൽ ക്യാമ്പാണ്. 3 days ഉണ്ടാവും. അപ്പം ഭയങ്കര ഒരു റിഗറസ് ആയിട്ടുള്ള ക്യാമ്പാണ്, മിലിറ്ററി ട്രെയിനിങ് പോലത്താണ്. അതൊക്കെ ഓർത്ത് കിടന്നിട്ടാണോ എന്ന് അറിയില്ല. എനിക്ക് രാവിലെ പറഞ്ഞ പോലെ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് തേങ്ങയും മുട്ടയൊക്കെ അരച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ അരയ്ക്കുമ്പം ഒരു പിടി തേങ്ങ അരയ്ക്കും, ഒരു 3-4 ഒരു പിടി സവോള അതിനകത്തിടും, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇടും, ഇത്തിരി കറിവേപ്പില, ഒരു കോക്ടെയിൽ പോലെയാണ് കേട്ടോ. അങ്ങനെ മുട്ട ഇട്ടിട്ടാണ് അടിച്ചെടുക്കുക. തേങ്ങയും മുട്ടയും ഇഞ്ചി മാത്രം മതി, പിന്നെ സവോള ഒരു കുമ്മിന് അടിക്കുന്നതാണ്. അത് ഇത്തിരി അത് സിറപ്പ് കൂട്ടി കഴിക്കും. വേണേൽ ചമ്മന്തി കൂട്ടിയും തക്കാളി ചമ്മന്തി കൂട്ടി സാമ്പാർ കൂട്ടിയൊക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. നേരെ ഇന്ന് പുറത്തുനിന്ന് നമുക്ക് ഫുഡ് മേടിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ പാത്രം കഴുകണ്ട, വീട് വൃത്തിയാക്കണ്ട, അടുക്കള വൃത്തിയാക്കണ്ട, കുക്ക് ചെയ്യണ്ട, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. നമ്മളങ്ങനെ സ്ഥിരമായി പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന ഒരു ടൈപ്പ് ഫാമിലി അല്ല അത്. പക്ഷേ രാവിലെ ഇന്നിട്ട് കുറച്ച് സമയം ഫ്രീ ആക്കാമെന്ന് വിചാരിച്ചു. നമുക്കിങ്ങനൊരു ചില ദിവസങ്ങൾ വരില്ലേ, അങ്ങനത്തെ ആ ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. സൈക്കിൾ ചവിട്ടാനൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഇത് മക്ഡൊണാൾഡാണ് കേട്ടോ. ഇവിടെ കയറിയിട്ട് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇപ്പോഴും. നമ്മൾ മനുവിൻ്റെ ക്യാമ്പ് സൈറ്റിൽ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വെച്ചു. അവനെ കാണാനൊന്നും പറ്റില്ല, പക്ഷേ ഞങ്ങൾ ആ ഏരിയ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ചു. അപ്പം അമ്മച്ചിക്കൊരു ചായ മേടിച്ചു കൊടുത്തു, ഒരു ഓറഞ്ച് പേക്കോ, തോമസ് ഒരു പീച്ച് മാംഗോ സ്മൂത്തി, ഐസക്കിന് വേറെ എന്തോ ഒരു ബർഗറാണ്. ഞാൻ എൻ്റെ കോഫി ഓർഡർ ചെയ്യുന്നത് ഷുഗർലെസ് ആണ് കേട്ടോ. ഐസ് കോഫിയാണ്, വിത്ത് ഒരു സ്റ്റീവിയ ഇടും, എന്താ പറയുക, സ്വീറ്റ്നർ ഇടും, പിന്നെ വിപ്പിംഗ് ക്രീം അതിൻ്റെ മേളിൽ. അപ്പം സീറോ കാലറി എന്ന് പറയാൻ പറ്റില്ല, വിപ്പിംഗ് ക്രീമിൻ്റെ കാലറി അതിനകത്ത് എന്തായാലും ഉണ്ടാവും. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഇത് കുടിക്കണമെന്ന് തോന്നുമ്പം ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. ഷുഗർ സിറപ്പ് ഒഴിക്കരുതെന്ന് നമ്മുടെ ഓർഡർ കസ്റ്റമൈസ് ചെയ്യുമ്പം അതിനകത്ത് ഷുഗർ സിറപ്പിന് പകരം ഞാനിടുന്നത് സ്വീറ്റ്നറാണ്. അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് 30 minutes ദൂരമുള്ളൂ കേട്ടോ ഈ ക്യാമ്പ് ഗ്രൗണ്ടിലോട്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. തോമസ് ജോലിയുടെ റീസൺസിന് അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ ഏരിയ വഴിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ തോമസ് കൊണ്ട് ഇത്ര അടുത്തല്ലേ, നമുക്കെന്തായാലും അവിടേക്ക് ഒന്ന് പോയി ഐസക്കിനെയൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ ഉടുപ്പ് ഞാൻ കുറേ നാൾ മുമ്പ് ഷീന്ന് മേടിച്ചാണ് കേട്ടോ. ഒരിടയ്ക്ക് എനിക്കൊരു ഷീൻ ഭ്രാന്ത് ഉണ്ടായിരുന്നല്ലോ. ലിങ്ക് ചോദിച്ച് ഞാൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ ഇതുണ്ട്, എന്താ പറയുക, ചിലപ്പം ഒരു ഡിജിറ്റൽ ക്ലട്ടറിങ് ഒക്കെ ഫ്രീ ആക്കാൻ ആപ്പൊക്കെ ഇത് ചെയ്ത് കളയും. സമ്മർ ഡ്രസ്സെന്ന് മറ്റോ സെർച്ച് ചെയ്തിട്ട് മേടിച്ചത് തന്നു. പക്ഷേ അത്ര നല്ലതല്ല കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഒറ്റ അലക്കിന് തന്നെ അത് നമ്മൾ പഴന്തുണി പോലെ ആയിപ്പോയി. ആ ഒരു ചീപ്പ് കോസ്റ്റിന് മേടിക്കുന്ന സാധനങ്ങൾ ചീപ്പാണെന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു ബ്രിഡ്ജ് ഭയങ്കര ഒത്തിരി പഴയ കാലത്തെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ആ ബ്രിഡ്ജിൽ പോകുമ്പോഴത്തേക്കിന് ഒരു വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം മറ്റേ വഴിക്ക് വരുന്നവർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പം എന്താ പറയുക, ഈ കാട് മൊത്തവും ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചളവൊക്കെ അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒരു റിസർവ് പാർക്കിംഗ് ഉണ്ട്. പിന്നെ ആളുകൾക്ക് ക്യാമ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഫിഷിങ് ചെയ്യാനും ഒക്കെ ഉള്ള അങ്ങനത്തെ സൗകര്യമുള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇത് ഓൾഡ് മാൻ റിവർ എന്ന് പറയുന്ന ഒരു റിവറാണ്. അപ്പോൾ ഈ ഒരു റിവറിൻ്റെ സൈഡിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കാറില്ലേ ഒരു ബ്രിഡ്ജിലൂടെ പോകുന്നത്, ആ റിവർ തന്നെ ഒഴുകി ഇങ്ങ് വന്നേക്കുന്നതാണ്. അപ്പം ഐസക്കിന് ബ്രദർ ഇല്ലാത്തതിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ പുള്ളീനെ അങ്ങോട്ട് വെള്ളത്തിലോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇതാക്കി കൊണ്ടുപോകുന്നതാണ്. എൻ്റെ കൈ വിതറിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ട്.
പക്ഷേ അതൊരു കുണ്ടിലോട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് പിള്ളേർക്ക് ഭയങ്കര ദേഷ്യമാണ് വെള്ളത്തിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കാത്തത്. ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇവർ ഗവൺമെൻറ് നമുക്ക് മുന്നേ തന്നെ ഇൻസ്ട്രക്ഷൻസ് തരും, വെള്ളത്തിൽ ഇറങ്ങാൻ ഈ വെള്ളത്തിൽ ഇറങ്ങരുത്, തുടരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ചില ആൽഗെ അല്ലെങ്കിൽ ഫംഗസ്, പിന്നെ കെമിക്കൽ, ഇതൊരു എന്താ പറയുക, അഗ്രികൾച്ചർ ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഫെർട്ടിലൈസേഴ്സൊക്കെ വന്നിട്ട് ഉള്ള അതിൻ്റെ ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലെ തീരത്ത് ഒരു അമ്മയും കൊച്ചും വെള്ളത്തിൽ കൈകാലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഐസക്കിന് ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങേ തീരം ഇങ്ങനെ തീരത്തോട്ട് ചേർന്ന് നിൽക്കുന്നു. ഇതൊരു തിട്ട പോലെയാണ്. അത് ഇനിയിപ്പം കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കിന് എന്തായാലും സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കളി തന്നെയായിരിക്കും. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് അവിടെ നിന്നു, കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു, തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് മേടിക്കാമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. ചിക്കൻ 65 555 അങ്ങനെ ഏതാണ്ട് ഒരു ബിരിയാണി. ആ കവറ് തുറക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തൊരു ദിവസമാണ്. കൊണ്ട് ഞാൻ ആ കവറ് കീറി പറിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക ഇങ്ങനത്തെ ദിവസം? അതായത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് മാത്രമുള്ള ഒരു ഇതാന്ന് തോന്നണില്ല. കുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല, ഒരു വീട്ടിലൊരു ജോലിയും ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല. എന്നാൽ എന്താ പറയുക, ഭയങ്കര അങ്ങനെ ലോ മൂഡോ വിഷമിച്ചിരിക്കുകയൊന്നുമല്ല. അങ്ങനത്തെ ദിവസങ്ങളിൽ എങ്ങനെയാണ് ചിലപ്പോൾ ഈസി റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇല്ലെങ്കിൽ ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ചിക്കൻ ബേക്ക് ചെയ്യോ അങ്ങനെയൊക്കെ മതി. പക്ഷേ ഇവർക്ക് നാടൻ ഫുഡാണല്ലോ എപ്പോഴും ഇഷ്ടം. ബിരിയാണിയൊന്നും അത്ര ഇഷ്ടമില്ല, പക്ഷേ ഒത്തിരി കാലം കൂടി മേടിച്ചേക്കണോണ്ട് അങ്ങനെയുള്ളൂ. ബിരിയാണിക്ക് നമ്മൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഒരു രസം. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഭയങ്കര ഫീസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്ന ടൈപ്പ് ആൾക്കാരല്ല. അതുകൊണ്ട് വല്ലപ്പോഴും മേടിക്കുമ്പം അങ്ങനെ ഒന്ന് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ശരിക്കും ഉച്ച കഴിഞ്ഞ് കുറേ നേരം മേളൻ റൂമിൽ വന്നിരുന്നു വായനയും ഉറക്കം അങ്ങനത്തേക്ക്. വായിച്ച് ബുക്ക് തെറിച്ച് താഴെ പോയി. തോമസ് എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ മേളിൽ കിടന്ന് ഉറങ്ങുക. തോമസ് ബുക്കൊക്കെ ഏതോ ഒരു വഴിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരുന്നു. കാരണം എൻ്റെ തലേദിവസം രാത്രി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇമാനു അവിടെ എങ്ങനെയായിരിക്കും, തണുക്കുമോ, ഒരു മറ്റേ സ്ലീപ്പിംഗ് ബാഗൊക്കെ കൊണ്ടുപോയിട്ടായിരുന്നു ടെൻറ്റിനകത്ത് കെട്ടിയിട്ട്, തണുക്കുമോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ഓർത്തിട്ട് ഉറക്കം എന്ന് പറഞ്ഞ സാധനം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സന്ധ്യ ആവാറായി. അപ്പം ഞാൻ ഇപ്പോഴും 6 o'clock ആകുമ്പോഴത്തേക്കിന് ഇപ്പോഴും നല്ല ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. റാഗി ലോ കാർബ് ഫുഡല്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, റാഗി ഒരു ലോ കാർബ് ഫുഡല്ല. പക്ഷേ പ്രോട്ടീനുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം അതിൻ്റെ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് നമുക്ക് കുറച്ചെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ റാഗി പൊടി വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ഇനി അതൊന്ന് റെഡിയായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. എന്നോട് വെയിറ്റ് ലോസ് ജേർണി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയാനില്ല. പ്രഗ്നൻസിക്ക് ശേഷം ഞാൻ വല്ലാണ്ട് വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ ഇളയ ആൾക്ക് 7 വയസ്സാണ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതൊരു 1-2 വർഷം കൊണ്ട് ആ വെയിറ്റ് കുറഞ്ഞു. പിന്നെ ഉള്ളത് ഞാൻ 65 കിലോ 66 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു 3-4 വർഷം മുമ്പ്. ഒരു മാസത്തെ ഒരു കീറ്റോയും പിന്നെ നല്ല റിഗറസ് ആയിട്ടുള്ള എക്സസൈസും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് 60ക്ക് താഴെയായി കേട്ടോ. ഒരു 58 ഒക്കെ മതി എനിക്ക് വെയിറ്റ്. പക്ഷേ ഇപ്പം വീണ്ടും 61 ആയി. അപ്പം ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ടും റിഗറസ് ആയിട്ടൊന്നും ചെയ്യേണ്ട. പക്ഷേ എൻ്റെ വെയിറ്റ് കൂടിയതിന് കാര്യം ഞാൻ കണ്ടമാനം ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ 2-3 മാസം. അതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ റാഗി കുറുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനകത്തോട്ട് ഒരു പിടി ആൽമണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആൽമണ്ടിനെ ഒന്ന് പാലാക്കണില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു റാഗിക്ക് അതൊരു ക്രഞ്ചി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, വെയിറ്റ് ലോസ് ജേർണി. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര വെയിറ്റ് കൊണ്ട് സ്ട്രഗിൾ ചെയ്ത ആളൊന്നുമല്ല. പിന്നെ അബ്ഡോമിനൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീനോ ടൈപ്പ് തന്നെ അങ്ങനെയാണ്. നമ്മൾ മിക്ക മലയാളികളെയും പോലെ അബ്ഡോമിനൽ ഏരിയയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യും, അത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതൊരു ഭയങ്കര റോക്കറ്റ് സയൻസോ അങ്ങനെ നമ്മുടെ അമ്മമാരെയും നമ്മുടെ ആൻറ്റിമാരെയും നമ്മുടെ അയലോക്കംകാരെയും നമ്മളെ നോക്കുമ്പോൾ കാണുന്നത് തന്നെ. പക്ഷേ എക്സസൈസ് ചെയ്താലും നല്ല അബ്ഡോമിനൽ മസിൽസ് ബിൽഡ് ചെയ്യുമ്പോഴത്തേനും കുറയും. പിന്നെ എനിക്ക് 2 ബിഗ് ബേബീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ മസിൽ സെപ്പറേഷൻ ഉണ്ട്. പക്ഷെ അത് അബ്ഡോമിനൽ ആ ഒരു മസിലിൻ്റെ തന്നെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം 1 ഫിംഗറിനെക്കാട്ടിലും ലസ്താനേ ഉള്ളൂ ഈ റെക്ടൈൽ മസിൽസിനുള്ള ഇഞ്ചുറി എന്ന് പറഞ്ഞത്. ഒരാൾ ചോദിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ ഇതെന്ന് പറഞ്ഞാൽ ഫാറ്റ് കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് വയറിൽ നമ്മളിങ്ങനെ ചാടി നിൽക്കുന്നത്.
അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റഡ് എക്സസൈസ് ഒന്നുമില്ല, വയറിന് വേണ്ടി മാത്രം എക്സസൈസ് ഒന്നും ചെയ്താൽ അത് കുറയില്ല. പകരം നമ്മൾ നമ്മുടെ കാർബ്സിൻ്റെ കൺസംഷൻ കുറച്ചിട്ട് പ്രോട്ടീൻ, നല്ല ഹൈ ക്വാളിറ്റി ഫുഡ്, പ്രോട്ടീൻ കൂടുതലുള്ള നല്ല ഫാറ്റുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നിപ്പോൾ പറയുന്നില്ല. എന്നാലും റാഗി കുറച്ച് ചോറും കറിയും കഴിക്കുന്നതിനെക്കാട്ടിലും ഈ റാഗിയിൽ ഞാൻ ആൽമണ്ടിൻ്റെ പൗഡറും ആൽമണ്ട് അരച്ചതും പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ അതിനകത്തോട്ട് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനത് കഴിച്ചു. അപ്പോൾ നമ്മുടെ അയച്ചുന് ഇന്ന് മാഗി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, മിക്സ്ഡ് വെജിറ്റബിൾസ്, അത് മാഗിയും കൂടി ഇട്ടിട്ട് അവന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, ഒരു ടിപ്പിക്കൽ സൺഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഒരാൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് പോലെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് അല്ലെങ്കിൽ എന്തായാലും ഡെയിലി റുട്ടീൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്സിനും കമൻസിനും ഒക്കെ താങ്ക് യു സോ മച്ച്. നമ്മുടെ വ്യൂ കൗണ്ടൊക്കെ പതുക്കെ ഇങ്ങനെ മേളിലേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കയറി വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്ന സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നോട്ടിഫിക്കേഷനും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.